ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ ഒരു കഥയായാലോ. ഉണ്ണിക്കണ്ണൻ കുട്ടിക്കാലത്ത് എന്തൊക്കെ വികൃതികളാണ് കാണിച്ചിട്ടുള്ളതെന്നറിയോ? പക്ഷേ ഉണ്ണിക്കണ്ണൻ കാണിക്കുന്ന ഓരോ വികൃതിയുടെയും പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ള ഒരു വികൃതി കഥയുമായിട്ടാണ് ഇന്ന് കഥ മുത്തശ്ശി വന്നിട്ടുള്ളത്. ഒരു ദിവസം അമ്പാടിക്കണ്ണൻ്റെ അമ്മയായ യശോദാദേവി പാലടുപ്പത്ത് വെച്ച് അടുക്കളയിലിരുന്ന് കൊണ്ട് തൈര് കലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉണ്ണിക്കണ്ണൻ എവിടെ നിന്നോ കടയുടെ ഇടയിൽ നിന്ന് ഓടി വന്ന്, അമ്മേ എനിക്ക് വിശക്കണു, പാല് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മടിയിലങ്ങോട്ട് കയറിക്കിടന്ന് വേഗം പാല് കുടിക്കാൻ തുടങ്ങി. യശോദാദേവിയാണെങ്കിൽ പാല് കൊടുക്കണതിൻ്റെ ഇടയിൽ തന്നെ തൈരും കലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ അതാ അടുപ്പത്ത് വെച്ചിരിക്കണ പാലിങ്ങനെ തിളച്ച് പൊങ്ങി വരണു. അപ്പോൾ യശോദാദേവി വേഗം എന്ത് ചെയ്തുന്നോ, വേഗം അമ്പാടിക്കണ്ണനെ അങ്ങോട്ട് നിലത്തിരുത്തിയിട്ട് അടുപ്പിലെ പാല് വാങ്ങാൻ വേണ്ടി ഒറ്റോട്ടം. അപ്പോൾ പാല് കുടിച്ചുകൊണ്ടിരുന്ന ഉണ്ണിക്കണ്ണനെ അമ്മ മടിയിൽ നിന്ന് മാറ്റിയിരുത്തിയത് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. കുഞ്ഞി മുഖത്ത് ദേഷ്യം അങ്ങോട്ട് വന്നു കേട്ടോ. ഉണ്ണി നോക്കുമ്പോൾ എന്താ, അവിടെ മുമ്പിൽ തന്നെ തൈരിൻ്റെ ഒരു കുട ഇരിക്കുന്നുണ്ട്, അതിൽ നിറച്ച് വെണ്ണയും കാണാനുണ്ട്. ഉണ്ണിക്കണ്ണൻ എന്താ ചെയ്തതെന്നോ, വേഗം അടുത്ത് കണ്ട ഒരു അമ്മിക്കുഴ എടുത്ത് കൊണ്ടുവന്ന് ഈ തൈരും വെണ്ണയും ഒക്കെ ഉണ്ടായിരുന്ന ആ കല അങ്ങോട്ട് തകർത്ത് കളഞ്ഞു കേട്ടോ. അതിലുണ്ടായിരുന്ന വെണ്ണ എടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടം. കാരണം ഉണ്ണിക്കണ്ണൻ അറിയാം അമ്മ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയുടെ നിന്ന് ചീത്ത വെക്കുന്നത്. അപ്പം വേഗം വെണ്ണയും എടുത്തുകൊണ്ട് അകത്ത് പോയി ആരും കാണാണ്ട് വെണ്ണ തിന്നാൻ തുടങ്ങി. തിളച്ച പാലൊക്കെ അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് യശോദാദേവി തിരിഞ്ഞു നോക്കുമ്പോഴോ അവിടെ മുഴുവൻ തൈരിങ്ങനെ പരന്ന് കിടക്കണു. തൈര് വെച്ചിരുന്ന കലാണെങ്കിലോ അവിടെ തവിട് പൊടിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം യശോദാദേവിക്ക് മനസ്സിലായി ഇത് ഉണ്ണിക്കണ്ണൻ്റെ വികൃതി തന്നെയാണ് എന്ന്. ഈ കുട്ടി ഇങ്ങനെ വികൃതിയായാൽ ഞാൻ എന്താ ചെയ്യുക? ആരും ചീത്തയൊന്നും പറയാത്തോണ്ടായി കുട്ടി ഇങ്ങനെ വികൃതിയായിട്ട് വളരണേ. ഈ വികൃതിക്ക് ഇന്നൊരു നല്ല ശിക്ഷ കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് കണ്ണാ കണ്ണാ എന്ന് വിളിച്ച് അമ്പാടിക്കണ്ണനെ അവിടെയൊക്കെ തിരയാൻ തുടങ്ങി യശോദാദേവി. അങ്ങനെ നോക്കി നോക്കി ചെല്ലുമ്പോൾ അതാ ഉരൽപ്പുരയിൽ അവിടെ വെണ്ണയും തിന്നുകൊണ്ട് ഉരലിൻ്റെ പുറത്ത് ഇങ്ങനെ കയറി ഇരിക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അപ്പം അവിടെ ഒരു കുരങ്ങനുണ്ടായിരുന്നു കേട്ടോ. ആ കുരങ്ങനും കൊടുക്കുന്നുണ്ട് കുറേ വെണ്ണയൊക്കെ. ഇത് കണ്ട യശോദാദേവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവിടെ നിൽക്കൂ, ഞാൻ ഇപ്പം കാണിച്ചു തരാം, നിൻ്റെ വികൃതിയൊക്കെ മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യശോദാദേവി വേഗം ഒരു വടിയും എടുത്തുകൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുമെന്ന് പേടിച്ചിട്ടുള്ള പോലെ കണ്ണൻ ഇങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയിട്ടോ. യശോദാദേവി ആണെങ്കിൽ പിന്നാലെ ഉണ്ണിക്കണ്ണനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടുകയാണ്. കുറേ നേരം ഓടി യശോദാദേവിക്ക് വയ്യാണ്ടായി തുടങ്ങിയിട്ടോ. ഈ കണ്ണൻ്റെ പിന്നാലെ ഓടിയിട്ട് കുട്ടികൾക്ക് ഓടിയാൽ വയ്യായൊന്നും വരില്ലല്ലോ, അവർ നല്ല രസമായിട്ട് ഇങ്ങനെ ഓടും. അപ്പം ഈ യശോദാദേവി കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണന് തോന്നി, അയ്യോ എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായും തോന്നുന്നുണ്ട്, അമ്മ ഇനിയും വിഷമിപ്പിക്കേണ്ട, അമ്മയ്ക്ക് പിടി കൊടുക്കാമെന്ന് വിചാരിച്ച് കുട്ടൻ വേഗം ഓട്ടം പതുക്കിയാക്കി. അങ്ങനെ തളർന്ന യശോദാദേവി ഒരു കണക്കിന് കുട്ടനെ അങ്ങോട്ട് പിടിച്ചു. കയ്യിൽ വടിയൊക്കെ ആയിട്ട് നിൽക്കണ അമ്മയെ കണ്ടപ്പോൾ പേടിച്ചിട്ടെന്നുള്ള പോലെ ഉണ്ണിക്കണ്ണൻ കിടന്ന് കരയാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ യശോദാദേവി വേഗം എന്ത് ചെയ്തു എന്നാൽ കയ്യിലെ ഉണ്ണിയെ പേടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് കയ്യിലെ വടിയൊക്കെ വേഗം ദൂരേക്ക് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ വികൃതിയൊക്കെ എന്നൊന്ന് കുറയ്ക്കാൻ ഞാൻ ഇന്നൊരു പണി ചെയ്യുന്നുണ്ട്, നിന്നെ ഇന്ന് ഞാൻ കുറേ നേരം ഇനി ഇവിടെ പിടിച്ച് ഇരുത്താൻ പോവാണെന്ന് പറഞ്ഞിട്ട് അടുത്ത് കണ്ട ഒരു കയറെടുത്ത് ആ ഉരലിൻ്റെ അവിടേക്ക് ഉണ്ണിക്കണ്ണൻ്റെ വയറും ആ ഉരലും കൂടി ചേർത്ത് കെട്ടാൻ നോക്കി. യശോദാദേവി നോക്കുമ്പോഴോ ശരിക്കും അങ്ങോട്ട് കെട്ടാൻ പറ്റണില്ല, കയറിന് കുറച്ച് നീളം കുറവുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, വേഗം വേറൊരു കയറിൻ്റെ കഷ്ണം എടുത്ത് അതും കൂടി കൂട്ടിക്കെട്ടി വീണ്ടും കുട്ടനെയും ഉരലും കൂടി കെട്ടാൻ നോക്കി.
അപ്പം നോക്കുമ്പോൾ വീണ്ടും കെട്ടാൻ പറ്റണില്ല കേട്ടോ. വീണ്ടും ആ കയറിന് കുറച്ച് നീളം കുറവായിട്ട് തോന്നി. അങ്ങനെ യശോദാദേവി പിന്നെയും പിന്നെയും കയറെടുത്ത് ഇങ്ങനെ കൂട്ടി കൂട്ടി കെട്ടി കണ്ണനെയും മുരളിനോട് ചേർത്ത് വെച്ച് കെട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്ര നോക്കിയിട്ടും പറ്റണില്ല. അപ്പം ഇത് കണ്ടുകൊണ്ട് വന്ന ഗോപികമാരൊക്കെ ചിരിക്കാൻ തുടങ്ങിയിട്ടോ. ഇത് കണ്ടപ്പോൾ ഉണ്ണിക്കണ്ണൻ അമ്മയോട് പാവം തോന്നി. അപ്പം അമ്മ എന്താച്ചാ ചെയ്തോട്ടെ, ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഉണ്ണി വേഗം അമ്മയുടെ ഇഷ്ടത്തിന് നിന്നു കൊടുത്തു. അങ്ങനെ ഒരു കണക്കിന് യശോദാദേവി കുട്ടനെ ഉരലുമേലങ്ങോട്ട് കെട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി ഈ വികൃതി കുട്ടി ഇവിടെ ഇരുന്നോളൂ, ഇനി ഊണ് കഴിക്കാറായാലേ ഞാൻ തുറന്നു വിടുള്ളൂ, അതുവരെ ഈ കലമൊക്കെ ഉടച്ചതിനുള്ള ശിക്ഷയായിട്ട് ഇവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് യശോദാദേവി വീട്ടിലെ പണികൾക്കായി അടുക്കളയിലേക്ക് പോയി. ഗോപികമാരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. വികൃതിയായ ഉണ്ണിക്കണ്ണനുണ്ടോ ഇങ്ങനെ ഇരിക്കാൻ പറ്റണോ? വികൃതി കുട്ടൻ എന്ത് ചെയ്തു? ഉരലും വലിച്ചുകൊണ്ട് പതുക്കെ മുറ്റത്തേക്ക് മുട്ടുകുത്തി ഇറങ്ങാൻ തുടങ്ങി. അപ്പം ശരിക്കും നടക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ, അത്ര കൊച്ചു കുട്ടിയാണ്. അപ്പം മുട്ടുകുത്തിയാണ് നടക്കണത്. മുട്ടുകുത്തി ഇങ്ങനെ പതുക്കെ ഉരലും വലിച്ച്, നല്ല ഭാരമുള്ള ഉരലാണ് പിന്നിലെന്നുള്ളൊരു ഭാവമൊന്നും ഇല്ലാണ്ട് പതുക്കെ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ മുറ്റത്ത് 2 മരുത് വൃക്ഷങ്ങൾ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നാരദമുനിയുടെ ശാപം കൊണ്ട് വൃക്ഷങ്ങളായി തീർന്ന കുബേരപുത്രന്മാരായ നളകൂബരനും മണിഗ്രീവനുമായിരുന്നു അത്. അവർക്ക് എങ്ങനെയാ ശാപം കിട്ടിയതെന്നോ? അവരുടെ അഹങ്കാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാരദമുനി അവരെ വൃക്ഷങ്ങളായി പോകട്ടെ എന്ന് ശപിച്ചത്. പണവും മറ്റ് സുഖസൗകര്യങ്ങളും ധാരാളം ഉണ്ടായിരുന്ന കുബേരപുത്രന്മാർ വാരുണി എന്ന മദ്യവും കഴിച്ച് ഉന്മത്തരായി കൈലാസത്തിലെ ഗംഗാനദിയിൽ അപ്സരസുകളുമായി ചേർന്ന് നീന്തി കളിക്കാൻ തുടങ്ങി. ആ സമയത്ത് നാരദമുനി അവരെ കാണാനിടയായി. നാരദമുനി കൈലാസത്തിലേക്ക് വന്നതായിരുന്നു. അപ്പോഴാണ് അവരെ എങ്ങനെ കണ്ടത്. അപ്പം അപ്സരസുകൾ വേഗം നാരദമുനിയെ കണ്ടപ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ കയറി വേഗം നാരദമുനിയെ വന്നിച്ച് തൊഴുതുകൊണ്ട് നിന്നു കേട്ടോ. പക്ഷേ ഈ മദ്യമൊക്കെ കഴിച്ച് വിവേകമൊക്കെ നഷ്ടപ്പെട്ട ഈ കുബേരപുത്രന്മാർ നാരദ മഹർഷിയെ കണ്ടപ്പോൾ വന്ദിക്കുകയോ നാരദ മഹർഷിയെ കണ്ടതായിട്ട് തന്നെ അവർ ഭാവിച്ചില്ല. അപ്പോൾ നാരദമുനി ഐശ്വര്യം കൊണ്ട് ധിക്കാരികളായി മാറി അവരുടെ അഹങ്കാരം മാറ്റാൻ വേണ്ടി അവരെ മരങ്ങളായി പോകട്ടെ എന്ന് ശപിച്ചു. ശാപം കിട്ടിയപ്പോഴാണ് അവർക്ക് അവരുടെ തെറ്റ് വേഗം മനസ്സിലായത്. അവർ വേഗം നാരദമുനിയുടെ കാൽക്കൽ നമസ്കരിച്ച് ശാപമോക്ഷം തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ നാരദമുനി ദ്വാപരയുഗത്തിൽ ഭഗവാൻ വിഷ്ണു ഭൂമിയിൽ അവതരിക്കുമെന്നും ആ ഭഗവാൻ ശാപമോക്ഷം കൊടുക്കുമെന്നും പറഞ്ഞു. അമ്പാടിയിലായിരിക്കും ഭഗവാൻ കുട്ടിക്കാലത്ത് ഉണ്ടാവുക എന്നറിഞ്ഞ കുബേരപുത്രന്മാർ 2 മരുത് മരങ്ങളായി അമ്പാടിയിൽ ഇങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ വരവും കാത്ത് ഇങ്ങനെ നാമം ജപിച്ച് അവിടെ നിൽക്കാൻ തുടങ്ങി. ആ കുബേരപുത്രന്മാർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഈ ഉരലും വലിച്ചുകൊണ്ട് ആ 2 മരങ്ങളുടെയും ഇടയിലൂടെ ഇങ്ങനെ ഞെരിങ്ങി മുട്ടുകുത്തി അങ്ങോട്ട് കടക്കാൻ തുടങ്ങി. ഉണ്ണിക്കണ്ണൻ പുറത്തേക്ക് കിടന്നെങ്കിലും ഉരല് മരങ്ങളുടെ ഇടയിൽ അങ്ങോട്ട് കുടുങ്ങിയിട്ടോ. അപ്പോൾ വയറ്റിലിങ്ങനെ കയറുമായിട്ട് നിന്നിരുന്ന ഭഗവാൻ എന്ത് ചെയ്തു? ആ ഉരലങ്ങോട്ട് ശക്തിയോടൊരു വലി. അപ്പോൾ എന്താ ഉണ്ടായതെന്നോ? ഭയങ്കര ശബ്ദത്തോടെ ആ 2 മരങ്ങളും അങ്ങോട്ട് കടപുഴകി വീണു. അപ്പം അതിൽ നിന്ന് ഈ നളകൂബരനും മണിഗ്രീവനും തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ പുറത്തു വന്ന് ഉണ്ണിക്കണ്ണനെ അങ്ങോട്ട് നമസ്കരിച്ചു. അത്രയും കാലം ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് നിന്നിരുന്ന അവർ അഹങ്കാരമൊക്കെ ശമിച്ച് ഭഗവാനോട് യാത്രയൊക്കെ ചോദിച്ച് അവർ തിരിച്ചു പോയി. മരങ്ങൾ വീഴുന്ന ഒച്ച കേട്ട് പേടിച്ച് നന്ദഗോപരും മറ്റു ഗോപന്മാരും എല്ലാവരും കൂടി ഓടി വന്നു കേട്ടോ. അപ്പോഴേക്കും ഈ കുബേരപുത്രന്മാർ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നന്ദഗോപരൊക്കെ വന്ന് നോക്കുമ്പോൾ എന്താണ്, മറിഞ്ഞു കിടക്കണ 2 മരങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ വയറ്റത്ത് കയറും, കയറിൻ്റെ മറ്റേ അറ്റത്ത് ഒരു ഉരലുമായിട്ട് ചിരിച്ചും കൊണ്ട് ഇങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കണം. അപ്പം നന്ദഗോപർ വേഗം പോയിട്ട് കയറൊക്കെ വലിച്ചു ഊരിക്കളഞ്ഞ് ഉണ്ണി അങ്ങടെ അടുത്ത് ഉമ്മ ചോമനിച്ചു. അപ്പം പേടിയോടെ വന്ന യശോദ ഒച്ച കേട്ട് പേടിച്ചോടി വന്നതാ എൻ്റെ ഉണ്ണിക്ക് എന്താ പറ്റിയാവോ എന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ യശോദ വേഗം ഉണ്ണിയെ വന്ന് അങ്ങോട്ട് എടുത്ത് കെട്ടിപ്പിടിച്ചു. അപ്പോൾ യശോദാദേവിക്ക് തോന്നി, അയ്യോ ഞാൻ എൻ്റെ ഉണ്ണിക്ക് കൊടുത്ത ശിക്ഷ കുറച്ച് കഠിനമായി പോയി എന്ന് തോന്നി. അപ്പോൾ യശോദാദേവിക്ക് അങ്ങോട്ട് സങ്കടമൊക്കെ വന്നു കേട്ടോ. എന്നിട്ട് വേഗം ഭഗവാനെ അങ്ങോട്ട് എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് പാലൊക്കെ അങ്ങോട്ട് കൊടുത്തു. വയറിൻ്റെ മുകളിൽ കയറ് കെട്ടിയ കാരണം ഉണ്ണികൃഷ്ണന് ദാമോദരൻ എന്നുള്ളൊരു പേരും കൂടി അങ്ങനെ കിട്ടി. കഥമുത്തശ്ശിയുടെ കുട്ടിക്കൂട്ടുകാർക്കൊക്കെ ഈ കഥ ഇഷ്ടമായല്ലോ അല്ലേ? ഇതുപോലെ മറ്റൊരു കഥയുമായി കഥമുത്തശ്ശി വീണ്ടും വരാം.